പിന്നീട് രണ്ടാമത്തെ കാലം ഖുലഫാ റാഷിദുകളുടെ കാലമാണ്. നബി തങ്ങളുടെ വഫാത്തോടു കൂടി ആരംഭിക്കുന്ന ഘട്ടം, വഹി അവസാനിച്ച ഘട്ടം. നബിയുടെ വഫാത്തോടുകൂടി വഹി അവസാനിച്ചു. ഇനി വഹി വരാനില്ല. അതുകൊണ്ട് വന്ന വഹി അടിസ്ഥാനമാക്കി ഇനി പഠിക്കലേ നിർവാഹമുള്ളൂ. അപ്പോൾ സ്വഹാബത്ത് എല്ലാവരും ഒരേപോലെ അറിവുള്ളവരല്ല. അറിവിൻ്റെ കാര്യത്തിൽ സ്വഹാബിമാർ വ്യത്യാസമുണ്ട്. നബിയോടൊപ്പം ധാരാളമായി സഹവസിച്ച സ്വഹാബിമാരുണ്ടാകും, സഹവാസം കുറവുള്ളവരുണ്ടാകും, വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നവരുണ്ടാകും, അവസാന ഘട്ടത്തിൽ വന്നവരുണ്ടാകാം. ഇതൊക്കെ സ്വഹാബിമാരിലുണ്ട്. അതുകൊണ്ട് സ്വഹാബത്ത് എല്ലാവരുടെയും അറിവിൻ്റെ നിലവാരം ഒന്നാണോ ചോദിച്ചാൽ അല്ല. അപ്പോൾ അറിവ് കുറഞ്ഞവർ അറിവ് കൂടുതലോട് പോയി ചോദിക്കും, അല്ലെങ്കിൽ താബിഈങ്ങൾ അവർ സ്വഹാബത്തിനോട് ചോദിച്ചറിയും. ഖലീഫമാർ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിന് അവരുണ്ടാക്കിയ ചില സംവിധാനങ്ങൾ, ചില ശൂറകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ആണെങ്കിലും എല്ലാ മസ്അലയിലും അവർക്ക് മറുപടി പറയാൻ കഴിയുവെച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞോളമെന്നില്ല, അവർക്ക് കഴിയാത്ത മസ്അല വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അവർ അതിലുണ്ടാക്കിയ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇന്നുള്ള ഫിഖ്ഹിലെ രീതികൾക്ക് സമാനമായി അന്നത്തെ ഒരവസ്ഥയിൽ അവർ ചെയ്ത രീതികൾ, അതാണ് അന്നത്തെ ഒരു ശൈലി. അപ്പം അന്ന് ഈ ഖുലഫാ റാഷിദുകളുടെ കാലഘട്ടം, രണ്ടാമത്തെ കാലം അതാണ്. ഒന്ന് അസ്റു തശ്രീഇന്റെ കാലം, രണ്ട് അസ്റുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകളുടെ കാലഘട്ടം. ആ ഖുലഫാ റാഷിദ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ഘട്ടമാണ്. ഖുലഫാ റാഷിദീങ്ങൾ ഭരണം നടത്തിയ 4 ഖലീഫമാർ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ അന്നുള്ള ശരീഅത്ത്, അന്നുള്ള പ്രത്യേകിച്ച് ഫിഖ്ഹി മേഖല, മറ്റത്ര തന്നെ ചർച്ച വേണമെന്നില്ല, അതിൽ അന്ന് അവലംബിച്ചത് പ്രധാനമായും 4 കാര്യങ്ങളെയാണ്. ശരീഅത്ത് നിയമങ്ങൾ, ഫിഖ്ഹി മസ്അലകൾക്ക് ഹുക്മ പറയാൻ അവർ കാര്യമായി അവലംബിച്ചത് 4 വഴികളെയാണ്. ഒന്ന് ഖുർആൻ, ഒരു വിഷയത്തിൽ ഖുർആൻ വല്ലതും ഉണ്ടോ, പിന്നെ അവിടെ തർക്കമില്ല, അതവർ അതേപടി നടപ്പാക്കി പോകുന്നു. അവർ വിഷയം വരുമ്പോൾ അവർ അന്വേഷിക്കുന്നതാണ്, ഈ വിഷയത്തിൽ ഖുർആൻ വല്ലതും ഉണ്ടോ. ഇപ്പോൾ ഖുർആൻ ആർക്കാണോ അറിയാം അവർ പറഞ്ഞെടുക്കും, ഖുർആൻ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നബിതങ്ങൾ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നബി പറഞ്ഞില്ല, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും. ഈ വിഷയത്തിൽ നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പം രണ്ടാമത്തെ സോഴ്സ് സുന്നത്താണ്. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു മുമ്പിൽ ഒരു സഹാബി പറഞ്ഞു, മയ്യത്തിൻ്റെ കൂടെ പോയി ആ മയ്യത്തിനെ നിസ്കരിച്ച് മറമാടി പൂർത്തിയാകുന്നത് വരെ ആ മയ്യത്തിനെ കൂടെ അനുഗമിച്ചാൽ 2 വലിയ പർവ്വതത്തോളം പ്രതിഫലമുണ്ട്. ഖിറാത്ത് എന്നാണ് അറബിയിലെ ഹദീസിലുള്ള പ്രയോഗം. ഖിറാത്ത് എന്ന വലിയ പർവ്വതം എന്ന അർത്ഥം. അപ്പോൾ 2 വലിയ പർവ്വതം കണക്കെ അവന് പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോൾ ഉമർ ഖത്താബിന് സംശയം, അങ്ങനെ ഉണ്ടോ, അങ്ങനെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്നാ. കാരണം നബി പറഞ്ഞത് ഉമർ ഖത്താബ് കേട്ടിട്ടില്ല ആ കാര്യം. ഒരു സഹാബി ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, ഈ ഹദീസ് നബിയിൽ നിന്ന് വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പല സഹാബിമാർ നബിയിൽ അത് കേട്ടിരിക്കുന്നു. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, അങ്ങാടിയിലെ ഇടപാടുകൾ, ശബ്ദകോലാഹലങ്ങൾ, അതൊക്കെ എന്നെ അശ്രദ്ധമാക്കി കളഞ്ഞു. അതായത് നിങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ആ നേരത്ത് കച്ചവടത്തിന് പോയി, എനിക്കിതൊക്കെ നഷ്ടപ്പെട്ടല്ലോ, എത്ര കൂലി എനിക്കങ്ങനെ പോയി എന്ന് ഉമർ ഖത്താബ് തന്നെ അതിൽ പ്രതികരിച്ചു. ഉമർ ഖത്താബ് ഖലീഫയാണ്, പക്ഷേ ഉമർ ഖത്താബിനെ അറിയാത്ത ഹദീസ് മറ്റുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിന് ഏറ്റവും വ്യത്യാസമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമുണ്ട്, റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം. റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം എന്ന ചെറിയ കിതാബാണ്, കുറഞ്ഞ പേജുകൾ മാത്രമുള്ള, പക്ഷേ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടതും മുഴുവൻ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരും അത് അംഗീകരിച്ചതും ഒരു അസലായി, അസലുകൾ പഠിക്കാനുള്ള ഒരു അവലംബമായി സ്വീകരിച്ചു പോകുന്നതുമായ ഗ്രന്ഥമാണ് റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം. ഇമാമുമാരെ കുറിച്ചുള്ള ആക്ഷേപത്തിന് അദ്ദേഹം ഒരു അറുതി വരുത്താൻ വേണ്ടി ഒരു കിതാബാണ്. അത് ഈ ഇമാമ പറഞ്ഞത് ശരിയായില്ല, ആ ഇമാമ പറഞ്ഞത് ശരിയായില്ല, ആ ഇമാമ ഹദീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇമാമിയങ്ങൾ ആക്ഷേപിക്കുമ്പോൾ അങ്ങനെ ആക്ഷേപിക്കാൻ വകുപ്പില്ല, അവർക്ക് അതിനെല്ലാം ന്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് സ്വഹാബിമാർ മുതൽ തന്നെ അറിവിൻ്റെ വിഷയത്തിൽ ഏറ്റവും വ്യത്യാസമുണ്ട്, ഹദീസ് കിട്ടിയവരും കിട്ടാത്തവരുമൊക്കെയുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ആക്ഷേപിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ രംഗത്ത് ഒരു ഖിലാഫ്, ഒരു അദബുൽ ഖിലാഫ്, പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പാലിക്കേണ്ട അദബുകളെ പഠിപ്പിക്കാനായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം എന്നാണ് കിതാബിൻ്റെ പേര്. ആർക്കെങ്കിലും വേണമെങ്കിൽ എതിർക്കാന്നുള്ളൂ. റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം, പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപമില്ലാതാക്കൽ,
എന്നതാണ് നേരെ ഇതിനർത്ഥം. അപ്പം അതിൻ്റെ ഒരു ആശയം, അതിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. സ്വഹാബിമാർ, താബിഴുകൾ, തമിഴ് താബികൾ, ശേഷക്കാരായ ഇമാമുമാർ, അവരൊക്കെ ഹദീസുകൾ കിട്ടിയെടുത്ത് ഒരു വിഷയം മനസ്സിലായെടുത്ത് വന്ന ഏറ്റ വ്യത്യാസങ്ങൾ, അതിൽ പിന്നീട് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ തന്നെ അതിൽ പിന്മാറിയത്, അവരുടെ അഭിപ്രായം മാറ്റിപ്പറഞ്ഞത്, ഇങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ അദ്ദേഹം അതിൽ മുൻഗാമികളിൽ നിന്ന് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. അതാണ് ആ കിതാബിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഏതായാലും ഒന്ന് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് ഒന്ന് ഖുർആൻ, മറ്റൊന്ന് സുന്നത്ത്, ഇത് രണ്ടുമാണ് ഒരു അടിസ്ഥാനമായി സ്വീകരിച്ചത്. മൂന്നാമത് അവർ സ്വഹാബിമാരുടെ തന്നെ ചില ഷൂറകൾ അവരുണ്ടാക്കിയിരുന്നു. നബിയുമായി കൂടുതൽ സഹവസിച്ച, കൂടുതൽ അറിവുള്ള, മുതിർന്ന, പ്രായവും പക്വതയുമൊക്കെയുള്ള സ്വഹാബിമാരെ കൂട്ടി ചെറിയ ചില മുഷാവറകൾ അവരൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഒരു വിഷയം വരുമ്പോൾ ആ മുഷാവറയെ ഏൽപ്പിക്കും. ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നേരെ ആയത്തിലോ ഹദീസിലോ പക്ഷേ ഇല്ലാത്ത വിഷയമാണെങ്കിൽ പോലും ആ സമിതി കൂടി ആലോചിച്ച് അവർ പറഞ്ഞു കൊടുക്കും, ഇതിലിങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു ഒരു അസുലായി അവർ സ്വീകരിക്കുന്നു. അതാണ് ഒരു പക്ഷേ ഇന്നത്തെ ഒരു ഇജ്മാഅ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇജ്മാഅ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഇജ്മാഇൻ്റെ അന്നത്തെ രൂപമായിട്ടൊരു പക്ഷെ നമുക്ക് വേണേൽ അതിനെ മനസ്സിലാക്കാം. മുതിർന്ന പ്രായം പക്വതയൊക്കെയുള്ള അറിവുള്ള സ്വഹാബിമാർ കൂടി ആലോചിച്ച് തീരുമാനം പറയുന്നു. മറ്റു സ്വഹാബിമാരും അപ്പോൾ എതിര് പറയുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു ഇത്തിഫാഖ്, എല്ലാവരുടെയും ഒരു ഇജ്മാഅ് അതിലുണ്ടായി എന്ന് പറയാം. അപ്പോൾ അതിനെ അവർ അന്നൊരു അടിസ്ഥാനമായി കണക്കാക്കിയിട്ടുണ്ട്. ഉമർ ഖത്താബൊക്കെ പ്രത്യേകം അങ്ങനെ ഷൂറ ഉണ്ടാക്കിയതുമാണ്. ഉമർ ഖത്താബ് പ്രത്യേകമായ സമിതി തന്നെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി മുതിർന്ന സ്വഹാബിമാരെ മാത്രം കൂട്ടിക്കൊണ്ടൊരു ഷൂറ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിൽ അദ്ദേഹം ഇബ്നു അബ്ബാസിനെ കൂടി ഉൾപ്പെടുത്തിയതെന്ന് കാണാൻ പറ്റും. പ്രായവും പക്വതയും അറിവുമുള്ള വലിയ സ്വഹാബിമാർ മാത്രമുള്ള ആ സമിതിയിൽ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസിനെ കൂടി ഉമർ ഖത്താബ് ഉൾപ്പെടുത്തി. അപ്പോൾ ചിലർക്കൊക്കെ ചെറിയൊരു അതൃപ്തി, എന്തിനാ അപ്പം ഇങ്ങനെ വലിയൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരനായ ഇബ്നു അബ്ബാസിനെ എത്തിയത്? ചിലരൊക്കെ പറഞ്ഞു, നമുക്ക് ഇബ്നു അബ്ബാസിനെ പ്രായമുള്ള മക്കൾ നമുക്കുണ്ടല്ലോ, നമ്മളെ മക്കളെ പ്രായമല്ലേ ഉള്ളൂ, അപ്പോൾ അയാളൊക്കെ ഇതിന് വേണോ എന്ന മട്ടിൽ ചില സംസാരമുണ്ടായപ്പോൾ ഉമർ ഖത്താബ് അത് മനസ്സിൽ വെക്കുകയും ഒരു സാഹചര്യം വരുമ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ ഒരു വിഷയത്തിന് ഷൂറ വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് അതിലൊരു വലിയ ഒരു ഇൽമ് നൽകാൻ കഴിഞ്ഞത് ഇബ്നു അബ്ബാസിനായിരുന്നു. അപ്പം അതൊക്കെ ബോധ്യപ്പെട്ടു, ഇബ്നു അബ്ബാസിനെ ഉമർ ഖത്താബ് വെറുതെ ഇരുത്തിയതല്ല, ഈ ഇതിൽ കൂട്ടത്തിൽ ഇരുത്താൻ മാത്രം അദ്ദേഹം യോഗ്യനാണ് എന്നുള്ളത് അവർക്കൊക്കെ ബോധ്യപ്പെട്ടു എന്ന് കാണാൻ കഴിയും. മറ്റു പലർക്കും ഇല്ലാത്ത ഒരുപാട് അറിവുകൾ ഇബ്നു അബ്ബാസിനുണ്ട്. കാരണം നബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്താണ്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ദീനിൽ നീ ഫിഖ് നൽകണേ, അഗാധ ജ്ഞാനം നീ നൽകണേ എന്ന് നബി തങ്ങൾ ഇബ്നു അബ്ബാസിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഖൈർ, ഒരു ബറക്കത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ കാണാം, പിന്നെ എന്താണ് ഇവരെ എണ്ണം പറഞ്ഞപ്പോൾ അസ്ഹാബുൽ കഹ്ഫിനെ എണ്ണം പറഞ്ഞ കൂട്ടത്തിൽ സയഖുലു സലാസത്തുൻ റാബിഉഹും കൽബുഹും വയഖുലു ഖംസത്തുൻ സാദിസുഹും കൽബുഹും എന്നൊക്കെ പറഞ്ഞ 3 ആണ്, അല്ല 5 ആണ്, അല്ല 7 ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖുർ റബ്ബി അഅലമു ബിഇദ്ദത്തിഹിം, എൻ്റെ റബ്ബിനറിയാം അവരുടെ എണ്ണം എത്രയാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, തുച്ഛം ആളുകൾക്കല്ലാതെ അവരെ കൃത്യമായ എണ്ണം അറിയുകയില്ല. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, ഖലീലിനല്ലാതെ അറിയുകയില്ല. ആ ഖലീലിൽപ്പെട്ടാണ് ഇബ്നു അബ്ബാസ് എന്നത് മുസ്ലിം ലോകം അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്. ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞ ഖലീലിൽ ഇബ്നു അബ്ബാസ് ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ്. വറാസിഖുന ഫിൽ ഇൽമി, സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞ വറാസിഖുന ഫിൽ ഇൽമി യഖൂലുന റബ്ബന എന്ന് പറയുന്ന റാസിഖുന ഫിൽ ഇൽം, അതിൽപ്പെട്ടാണ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത് മുസ്ലിം ലോകം ഏകോപിച്ചിരിക്കുന്നു. അപ്പം അന്നൊക്കെ പ്രായം കൊണ്ടൊരു പക്ഷെ മറ്റൊരേക്കാൾ താഴെയാണെങ്കിലും അറിവ് കൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ, കിടപിടിക്കാൻ മാത്രം അദ്ദേഹം അന്ന് യോഗ്യനായിരുന്നു എന്നർത്ഥം. എന്നാലും ഒരു ഇജ്മാഅ് എന്ന് നമുക്ക് പറയാവുന്ന രൂപത്തിലുള്ള ഒരു ഷൂറ അന്നവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്, സുന്നത്ത്, ഒരു മുഷാവറ അല്ലെങ്കിൽ ഇജ്മാഅ് എന്ന് പറയാം. അത് ഖുലഫായികളുടെ കാലത്ത് ഒരു അസ്ലായവർ സ്വീകരിച്ചിട്ടുണ്ട്. 4ാമത് ഇജ്തിഹാദുകൾ. സ്വഹാബിമാരെല്ലാവരും മുജ്തഹിദീങ്ങളാണ്. എല്ലാ സ്വഹാബിമാരും ഇജ്തിഹാദിന്റെ നിലവാരത്തിലേക്ക് എത്തിയവരാണ്. നബിയോടൊപ്പം മുസ്ലിം ആയിക്കൊണ്ട് സഹവസിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ ഒരു യോഗ്യതയാണ്. മിനിറ്റുകൾ മാത്രം മുസ്ലിം ആയതിനു ശേഷം നബിയുമായി സഹവസിക്കാൻ അവസരം കിട്ടിയാലും അദ്ദേഹം സ്വഹാബിയായി മാറി. അപ്പോൾ സ്വഹാബിയായാൽ തന്നെ അദ്ദേഹം മുജ്തഹിദാണ്. അത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസമാണ്. സ്വഹാബിമാർ എല്ലാവരും നീതിമാന്മാരാണ്, എല്ലാവരും സത്യസന്ധരാണ്, എല്ലാവരും മുജ്തഹിദീങ്ങളാണ്. അവർക്കെല്ലാം ഗവേഷണം ചെയ്യാൻ മാത്രമുള്ള യോഗ്യത അവർക്ക് മുഴുവനും ഉണ്ട്.